ഹായ് നോക്കൂ, നമ്മളുടെ ഈ സുന്ദരി പെണ്ണിനെ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. നമ്മളെ വീഡിയോ പഴയതൊരെണ്ണം കണ്ടെങ്കിൽ കേട്ടോ. രണ്ട് പുരുഷന്മാർ അവളെ ഓടിച്ചപ്പോൾ അവൾ തന്നെ അറിയാതെ ഒരു വലിയ മരത്തിൽ കയറിയ കഥ അന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്നാൽ ആ പെൺകുട്ടിയാണ് ദാ ഈ സ്റ്റെപ്പിൻ്റെ മേളിൽ മാമനെ നോക്കി നിൽക്കുന്നത്. അവൾ ഇരിക്കുന്ന സ്ഥലം വെറും ഒരു സ്റ്റെപ്പ് മാത്രമല്ല, ഓപ്പൺ സിനിമാ തിയേറ്ററാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ള കടകളാണ് ഈ കാണുന്നത്. ഞങ്ങളെല്ലാവരും ഈ ഭാഗത്തൊക്കെയാണ് വരുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടി ഒരു സിനിമ ഓപ്പൺ തിയേറ്ററാണ്. അപ്പോൾ ആ സ്റ്റെപ്പായിട്ട് ഞാൻ കയറി പോകുന്നുണ്ട്. ഇതാ നല്ല ബെഞ്ചൊക്കെ അടിച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും ഇവിടെ വന്നിരിക്കാം കേട്ടോ. ടിക്കറ്റ് ഒന്നുമല്ല, ഫ്രീ ആണ്. ഇതാണ് ആ സ്ക്രീന്. ഹോം തിയേറ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു എന്താ പറയുക, സമയം പോക്കും എല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് മാമ സേഫായിട്ട് ജോലി ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇത്തിരി ഹൈറ്റിലാണ്. ഇതൊക്കെ ഹോം തിയേറ്ററാണ്. നല്ല രസമായിരിക്കും കാണാൻ. പടമൊക്കെ നല്ല സൗണ്ടൊക്കെയാണ്. അപ്പോൾ രാത്രി സമയങ്ങളിലാണ് സിനിമ ഇവിടെ പ്രദർശനം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയ കേബിൻ കണ്ടില്ലേ, ഇവിടെ നിന്നാണ് സിനിമ ആ സ്ക്രീനിലേക്ക് പതിക്കുന്നതും നമ്മളവിടെ ഇരുന്ന് കാണുന്നതും. അവിടെയാണ് നമ്മുടെ ഈ പേടിച്ചോടിയ പെൺകുട്ടി മാമനെ കണ്ടിട്ട് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വെഞ്ചിലിരിക്കുന്ന ആരെന്നറിയണ്ടേ, നമ്മുടെ വിക്കിമോനാണ് കേട്ടോ. വിക്കിക്കുട്ടൻ തനിച്ചാണ്. അവൻ്റെ ബന്ധുക്കളൊക്കെ എങ്ങോട്ടോ പോയി കഴിഞ്ഞു. അവൻ ചെറിയ ചെറുക്കനായോണ്ടേ അവനെ എങ്ങോട്ടും കൊണ്ടുപോകത്തില്ല. അങ്ങനെ വിക്കിക്കുട്ടനാണ് മാമനെ കണ്ട് സ്നേഹമൊക്കെ കാണിച്ചിവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഒത്തിരി പേരെ കാണിക്കാന്നുള്ളൊരു പരിപാടിയിൽ വന്നിരിക്കുന്നതാണ്. ഇവിടെ ആരുമില്ല കേട്ടോ, ഞാനും വിക്കിക്കുട്ടനും മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കടകൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ആവും. അത് കഴിഞ്ഞാൽ വിക്കിക്കുട്ടനൊക്കെ എന്തെങ്കിലും രാവിലെ കഴിക്കാനൊക്കെ കിട്ടും. ഇപ്പോഴാണെങ്കിലോ വിക്കിക്കുട്ടന് ഞാനും അതുപോലെ അവൻ്റെ ഒരു ബന്ധുവായ ഒരു ചേച്ചി അവിടെ ഉണ്ട്. ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. വേറെ ആരെയും കാണാനൊന്നുമില്ല. അതുപോലെ തന്നെ ആൾക്കാരും ഇവിടെ ഇല്ല. എന്തായാലും വിക്കിക്കുട്ടൻ മേശപ്പുറത്ത് അങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് പേടിച്ചോടിയ പെൺകുട്ടിയുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. അവളുടെ പ്ലാനുകൾ എന്താണ് ഇന്നത്തെ ദിവസം അല്ലേ? ആരാ അത്? ഞാൻ അറിയാതെ കയറിയ മരമാണേ. കാണണ്ട എനിക്ക്. അങ്ങനെ ഇന്നത്തെ പ്ലാൻ എന്താണ് നമുക്ക് കണ്ടേ മതിയാകൂ. അവൾ ആരെങ്കിലും ഇന്നും ശല്യം ചെയ്യാൻ വരുമോ ഇല്ലേ എന്നുള്ളത്. നല്ലൊരു സുന്ദരി കുട്ടിയല്ലേ. അതുപോലെ തന്നെ അവളെ പെട്ടെന്ന് കണ്ടാൽ ഒരു മാൻകുഞ്ഞിൻ്റെ ലുക്കൊക്കെ കൊണ്ട് അങ്ങനെ പുല്ലുകൾ മേഞ്ഞ സ്ഥലങ്ങളിൽ അവൾ പരക്കം പാഞ്ഞ് നോക്കുകയാണ്. സുന്ദരിയുടെ വയറുകൾ കണ്ടാൽ മാമന് തോന്നുന്നു കുഞ്ഞ് വയറ്റിലുണ്ടോ എന്ന് ഒരു ചെറിയ സംശയം കേട്ടോ. അവൾ പുല്ലുകളൊക്കെ എന്തോ കടിച്ചൊക്കെ തിന്നാനുള്ളൊരു പ്ലാനിങ്ങിനാണ്. അപ്പോൾ അവളെ കാണാനും ഒരു സുന്ദരി തന്നെ. അവൾ നിൽക്കുന്ന സ്ഥലവും അടിപൊളിയാണ്. അതുപോലെ തന്നെ അവളുടെ നോട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അവൾ ആരെയും അന്വേഷിക്കുന്നത് പോലെയുണ്ട്, അല്ലെങ്കിൽ ആരോ അവളെ തിരക്കി വരാൻ ഉള്ളതുപോലെ നമുക്കൊരു സംശയമുണ്ട്. എന്നിട്ടും അവൾ വകവയ്ക്കാതെ അതുപോലെ പുല്ലുകളൊക്കെ പറക്കി തിന്നുകയോ അതുപോലെ കറങ്ങിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇവളെ തിരക്കിയോ കാണാനോ വരുമെന്നാണ് മാമന് തോന്നുന്നൊരു പ്രതീക്ഷ. എന്തായാലും കുറച്ചു നേരം അവളോടൊത്ത് വെയിറ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും അവളെ ശല്യം ചെയ്യുന്ന ആ വേട്ടക്കാരൻ ആരാണെന്ന്. അവൾ അങ്ങനെ എന്നെ നോക്കി പല വഴിക്ക് ഇങ്ങനെ കിടന്ന് നടക്കുകയാണ്. ഈ കുഞ്ഞു കിളികളൊക്കെ അതിന് സാക്ഷിയാണ് കേട്ടോ. വരുന്നുണ്ടല്ലോ നമ്മുടെ 2 മാല അണിഞ്ഞവൻ. അവൾ ഫോൺ ചെയ്ത് വിളിച്ചതുപോലെയാണ് അവൻ മിന്നൽ പോലെ അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയത്. അവൾ വീണ്ടും മൈൻഡ് ചെയ്യാതെ മാറിപ്പോകുന്നുണ്ട്. മാമനെ പോലും മൈൻഡ് ചെയ്യാതെ അങ്ങനെ മാറിപ്പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ കാൽപാദങ്ങൾ അവൾ ചുംബിച്ചുകൊണ്ടാണ് അവൻ്റെ തുടക്കം കേട്ടോ. അവളെ ബേക്കെന്ന് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. അവളെ കാൽപ്പാടുകൾ നമിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ തങ്കക്കുടമേ, എന്നാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്? അങ്ങനെ മനസ്സിൽ അവ ആലോചിച്ച് ബേക്കെന്ന് പോവുകയാണ് കേട്ടോ. കോളനിപ്പയ്യൻ ഓടിച്ചുവിട്ട മരത്തിൽ അവനൊന്ന് സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് മന്ദം ആ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ആലോചിക്കുകയാണ് അന്ന് അവൾ കയറിപ്പോയ ആ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ അവളോടുള്ള സ്നേഹവും അവളോടൊത്ത് ജീവിക്കാനുള്ള കൊതിയും മനസ്സിലേറ്റിക്കൊണ്ട് 2 മാല അണിഞ്ഞവൻ അവൾ ചവിട്ടിയ പാദങ്ങളിൽ ചുംബിച്ച് നമ്മുടെ ചെറുക്കൻ മണം പിടിച്ച് അവളെ നോക്കി സ്നേഹത്തോടെ അവളെ കൂടെ ഒത്തുകൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ പയ്യൻ. അതുപോലെ തന്നെ കുറച്ച് നേരത്തെ അവൾ ഈ ഭാഗങ്ങളിൽ നിന്ന സ്ഥലമാണ്. അവിടെയൊക്കെ അവന് ആ ഒരു സ്മെല്ലോ മണമൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ അവൻ ചുറ്റിക്കറങ്ങി അവളെ ചെക്ക് ചെയ്തു, വാച്ച് ചെയ്തു. എന്താ പറയുക, മാമനെ കണ്ട് ഓടി വീണ്ടും ആ മരത്തിൻ്റെ മറവിലേക്ക് മാറി.
അവൾ ചവിട്ടി നിന്ന മണ്ണിൽ വേറെ ആരുടെയും പാദങ്ങൾ പതിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവന് ഒരുപാട് സ്നേഹമാണ് കൂടിയിരിക്കുന്നത്. അവൻ സ്വപ്നം കണ്ട് നടക്കുന്നതൊന്നും അവൾ മനസ്സിൽ പോലും വിചാരിക്കാതെ അവൾ കറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടിയും. എന്താ കഥ അല്ലേ? മാമൻ ഇവരുടെ കഥ ഒരുപാട് മാറ്റിമറിക്കേണ്ടായി വരും. അതുപോലെ അവർ എങ്ങനെ വേർതിരിഞ്ഞു നടന്നാലും മാമൻ്റെ കഥ ആ വഴിക്ക് തന്നെ, അവരുടെ വഴിക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ച് നിൽക്കുകയാണ് മാമൻ. അതുപോലെ നമ്മുടെ ചെറുക്കൻ അവളുടെ ബേക്കുന്നേ സ്നേഹത്തോടെ ഒരു പൂവാലിനെ പോലെ കൂടെ നടക്കുകയാണ്. നാരങ്ങ വെള്ളം കുടിക്കാൻ കടയിൽ വന്നപ്പോൾ കട അടച്ചിരിക്കുന്നു. അത് ചെറുക്കനൊരു ആശ്വാസമായി കേട്ടോ. കുറച്ചു നേരം കൂടെ അവൾ അടുത്തിരുന്ന് കാണാമല്ലോ. കട തുറന്നിരിക്കുകയാണെങ്കിൽ അവൾ അകത്ത് കയറി എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അവൻ പുറത്തിരിക്കേണ്ട വരും. അവൻ്റെ കയ്യിൽ കാശില്ല. അങ്ങനെ സ്നേഹം കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അവൾ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ബേക്കെന്ന് ഇവൻ ചുറ്റിക്കറങ്ങുകയാണെന്ന്. ചെറുതായിട്ടൊരു മൂളിപ്പാട്ടും അവൻ തുടങ്ങി. ആദ്യത്തെ നോട്ടത്തിൽ കാലടി കണ്ടു. എന്ത് നല്ല പാട്ടാണ്. അടുത്ത നോട്ടത്തിൽ ഓഹോ ഞൊടി വയർ കണ്ടു. നിങ്ങളെപ്പോലുള്ളവർ പല വയറും കാണും. ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഓ, ഇവളെന്താണ് പറഞ്ഞു പോണെന്നറിയില്ലല്ലേ. ഇവളെന്താ ചന്ദനത്തിരി വാരി തേച്ചത്? എന്താ മണം? പെണ്ണ് താഴെ ചാടിപ്പോയി. മുന്നത്തേലല്ല അങ്ങോട്ട് ചെല്ലാം. അവളങ്ങോട്ട് അടുക്കുന്നില്ലല്ലേ. അവളെ കെട്ടാനും ഞാൻ തയ്യാറാണ്. ഈ പെണ്ണെന്തിനാ എന്നെ കണ്ടിങ്ങനെ ഒന്നും പറയാതെ നടക്കുന്നത്? സമ്മതമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എന്ത് ജീവിച്ചൂടെയെന്ന്? കണ്ടല്ല ഞാൻ. എനിക്കിതൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഇതും പറഞ്ഞൊന്നും എൻ്റെ അടുത്തോട്ടേ വരരുത്. അങ്ങനെ അവൾ കേബിനകത്തോട്ട് കയറിപ്പോയി. ഇത് ഞാൻ ആരോട് പറഞ്ഞ് മനസ്സിലാക്കുക എൻ്റെ പൊന്നു ദൈവമേ. അവനങ്ങനെ വിഷമത്തോടെ നോക്കിയേ. അവൻ എന്ത് വിഷമമുണ്ടെന്നറിയോ? ഇതൊന്നും അവൾ മനസ്സിലാക്കാതെയാണ് ഈ പെണ്ണ് ഇങ്ങനെ ശാഠ്യം പിടിച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ അവൾ വീണ്ടും അവനെ വട്ടം കറക്കി ഇതാ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് അവൾ. എന്തു പറയാനാണ്? നമ്മുടെ പാവം പിടിച്ച ചെറുക്കൻ രണ്ടുമാല അണിഞ്ഞവനെ എന്ത് സ്നേഹമുള്ളവനാണെന്നറിയോ? അവ ഉപദ്രവിക്കാൻ ചെന്നില്ല. അവൻ സ്നേഹം മാത്രമേ പറഞ്ഞുള്ളൂ. അവക്കും ചെറിയ സ്നേഹത്തിൻ്റെ ബന്ധമുണ്ട്. എന്നാലും അങ്ങോട്ട് അടുക്കുന്നില്ല. ഒന്നും അവർ തങ്ങളിൽ സംസാരിക്കുന്നില്ല. അതൊക്കെയാണ് അവനുണ്ടാവുന്ന ഏറ്റവും വലിയ വിഷമം. എന്നാൽ അവനറിയാം അവൾ കുറച്ച് സമയം മാത്രമായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവൾ വീണ്ടും ചുറ്റിക്കറങ്ങി നടക്കാൻ ഇറങ്ങുമെന്ന്. എന്നാലും വേണ്ടിയില്ല. ഇന്നൊന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. ഒരു സമ്മത വാക്ക് കേട്ടാൽ മാത്രം മതി. എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ മനസ്സിനകത്ത് അവൻ വിചാരിച്ചു. ആദി എരിഞ്ഞു, നെഞ്ചു ഉരുകി. എന്താ പറയുക, അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ ഈ പെങ്കൊച്ച് മാമനെ കണ്ട് കരഞ്ഞു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മാമൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്തായാലും വരില്ലല്ലോ. അങ്ങനെ എന്നോട് സ്നേഹം കൂടാനായിട്ട് അടുത്തെത്തി. ചന്ദനത്തിനും വാരിത്തേച്ച് നടക്കുന്ന ആ പാദങ്ങളിൽ അവ ഒന്നുകൂടെ മണപ്പിച്ചു. അവൻ സ്നേഹിച്ച് ഒരു ചുംബനും അതിൽ കൊടുത്തു. കുണുങ്ങി നടക്കുന്ന ആ മാലാഖയെ നോക്കി നമ്മുടെ ചെറുക്കൻ അഴവിറക്കുകയാണ് കേട്ടോ. എന്തു പറയാനാണ്? അങ്ങനെ നല്ല ഒരു സുന്ദരി പെണ്ണാണ്. വീണ്ടും അവൾ മാമൻ്റെ അടുത്തേക്ക് വന്നു. ഒരു സ്നേഹങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ കഥ അല്ലേ? നമ്മുടെ ചെറുക്കനോട് കാണിക്കേണ്ട സ്നേഹമാണ് ഇവിടെ മാമനോട് കാണിച്ച് നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ പയ്യനെ അവക്കൊന്ന് സ്നേഹിച്ചുകൂടെ? ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ രണ്ടാൾക്കും? അതിനൊന്നും അവൾ തയ്യാറില്ലാതെ അവൾ അങ്ങനെ മന്ദം പല വഴിക്ക് കറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടിയായി അല്ലേ. എന്തു പറയാനാണ്? കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കോളനി പയ്യൻ വന്നിട്ട് ഈ പെൺകുട്ടിയെ ഓടിച്ച് വലിയ മരത്തിൽ കയറ്റിയത്. എന്നാൽ അവൻ ചെന്ന് രക്ഷിക്കുകയും അവളോട് സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് പോലും തിരിച്ചറിയാത്ത ഈ പെൺകുട്ടി എന്താ അല്ലേ? ഞാൻ ഈ പറഞ്ഞതും അവൻ വരുന്ന വരക്കം നോക്കിയേ, അതൊരു പാവം തന്നെയല്ലേ? നോക്കിയേ, അവൻ അത്ര വിഷമമുണ്ട് കേട്ടോ. അവൻ വീണ്ടും അവളടുത്തേക്ക് വരാനുള്ള ഒരു സ്നേഹത്തിനാണ് അവൻ ഈ കാണിക്കുന്നത്. എന്നാൽ മാമൻ്റെ അടുത്തും അവൻ ദയനീയമായിട്ടാണ് നോക്കിയത്. അയ്യോ, അതുപോലെ മാമനോട് ഇണങ്ങാത്തതേ ആ പെൺകുട്ടിയുടെ ബേക്ക് നടക്കുന്നതുകൊണ്ടാണ് മാമനായിട്ടൊരു സ്നേഹം അവൻ കാണിക്കാത്തത് കേട്ടോ. ഇല്ലെങ്കിലേ നല്ല സ്നേഹം അവൻ കാണിക്കുമായിരുന്നു നമ്മുടെ രണ്ടുമാല അണിഞ്ഞവൻ. എന്നോട് അവൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നെങ്കിലും അവളെയാണ് കൂടുതൽ അവൻ ശ്രദ്ധിച്ച് നോക്കുന്നത്. ആ പെൺകുട്ടിയാണെങ്കിലോ കറങ്ങി നടക്കും, എന്നിട്ട് തൊട്ടടുത്ത് വരും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. വന്നു കണ്ടോ, ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് അവനെ സ്നേഹിക്കുന്നു എന്നൊരു കണക്കായിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്.
അവൻ വിചാരിക്കും ഓഹോ എന്നെ സ്നേഹിക്കുകയാണ്. അവൻ്റെ മനസ്സൊന്ന് കോരി തരിച്ചു. നോക്കിയേ, അവൻ ദാ കാണിക്കാൻ പോകുന്ന ചെറിയൊരു സർക്കസ്. അയ്യോ, ദാ അവൾ കാണാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചെറിയ ഒരു കലാപരിപാടി. അപ്പോൾ അവൾ സ്നേഹിക്കുകയാണെങ്കിലോ അവൻ എന്തായിരിക്കും ഇവിടെ അല്ലേ? എനിക്കൊന്നും അറിയണ്ട. ഇവിടെ കാണിക്കാൻ പോകുന്ന പൂരം ഭയങ്കരമായിരിക്കും. ദാ അവൾ ഇതൊക്കെ നോക്കി അങ്ങനെ പിറവൊക്കെ തുടച്ച് ഇനിയിപ്പോൾ അടുത്തൊരു പോക്ക് അങ്ങ് പോവും. ഇവൻ വിചാരിക്കും ഇവിടെ തന്നെ ഇരിക്കും, എന്നെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ എന്നെ കണ്ട് ചിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സ്നേഹം മനസ്സിൽ കൂട്ടിയാണ് നിൽക്കുന്നത്. ചെറുക്കന് കൊതി തീർന്നില്ല കേട്ടോ. വീണ്ടും അതുപോലെയൊക്കെ ആ മണ്ണിൽ കിടന്ന് കാണിക്കാൻ ഒരുപാട് കൊതിയുണ്ട്. അവൾ അടുക്കാത്തൊരു സ്വപ്നമാണ് അവൻ ആലോചിച്ച് കൂട്ടി ബേക്കുന്ന് നടക്കുന്നത്. എന്നാൽ അവൾക്കിതിനൊന്നും സമയമില്ല. അവൾ ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ, കോളനി പയ്യന്മാരൊക്കെ എന്നെ ഓടിക്കാൻ വരുന്നുണ്ടോ, അങ്ങനെ അവളുടെ സുരക്ഷയാണ് അവൾ നോക്കി നോക്കി നിൽക്കുന്നത്. ഇവൻ പിന്നാലെ നടക്കുന്ന കണ്ടാലേ വേറെ ആരെങ്കിലും വരും കേട്ടോ. അങ്ങനെ പിന്നെ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൾ കൂടുതൽ സ്നേഹം കാണിക്കാതെ മാറിപ്പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ചങ്കുറ്റത്തോടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുക്കൻ അങ്ങനെ മന്ദം നോക്കി നിൽക്കുമ്പോൾ അവൾ കുറച്ചുകൂടെ അകലം പോയി. അതുപോലെ തന്നെ ഇവരുടെ കഥകൾ എത്ര പറഞ്ഞാലും തീരില്ല. അത് സത്യമായൊരു കാര്യമാണ് കേട്ടോ. അവളങ്ങനെ എന്തോ കിട്ടി, അങ്ങനെ അത് കടിച്ചു മുറിക്കുകയാണ്. ഇതാ നമ്മുടെ പയ്യനും അതുപോലെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെയൊക്കെ പറക്കിയും കഴിച്ചുമാണ് ഇവിടെ അവർ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത്. ഇവരുടെ പ്രേമം ഇവിടെ നിർത്തിക്കൊണ്ട് അടുത്ത ഒരു സുന്ദരി കുട്ടിയെ നമ്മൾ കാണാൻ പോവുകയാണ്. ദാ ഇവിടെ ഇരിക്കുന്ന തനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി. ഓക്കെ, പാവം പിടിച്ചവള്. എന്താ നോട്ടം അല്ലേ? മാമനെ കണ്ട് ചെറിയ പേടിയോടെ ആ ബെഞ്ചിൻ്റെ മേളിൽ ഇരുന്ന് സൂക്ഷിച്ചു നോക്കുന്ന ആ പെൺകുട്ടി ആരെന്നറിയണ്ടേ? നമ്മുടെ ബിക്കിയുടെ ബന്ധുക്കളാണ് കേട്ടോ. ബിക്കി ഇവിടെ കാണും. ബിക്കിയുടെ ബന്ധുക്കാരിയായ ഈ സുന്ദരിയാണ് മാമനെ സൂക്ഷിച്ച് നോക്കുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ ഈ സുന്ദരിക്കുട്ടി നമ്മളെ കണ്ട് ഓടിയതൊക്കെയാണ്. ദാ ഇവിടെ എനിക്ക് വയ്യ, അടുത്ത ഒരു ലവ് ഇവിടെ തുടങ്ങുകയാണ്. പുതിയ ആൾക്കാർ, എന്താ പറയുക, ബിക്കിയുടെ ഒരു ബന്ധുവാണ് ആ പെൺകുട്ടി. ഈ ചെറുക്കൻ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ ഒരു വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഇവിടെ സ്നേഹത്തിൻ്റെയും ചങ്ക് പറിച്ചു കൊടുക്കുന്ന കാഴ്ചകളാണ് ഇതാ മാമ നേരി കണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു സിനിമയിലെ സീനാണല്ലോ കാണുന്നത്. ദൂരക്കീഴ കൊതിച്ചേ മാണിക്ക ചെമ്പഴയ്ക്ക എന്നതുപോലെ ഇതാ അങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയാണ്. ഞാനൊന്നെടുത്തു വെച്ചേ പെറ്റിലെത്താം പള്ളത്തിൽ. അങ്ങനെയൊക്കെ സന്തോഷമായിട്ടൊരു സ്നേഹകാര്യങ്ങൾ വീണ്ടും ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ഇവരുടെ കഥയും കൊണ്ടുപോകണമല്ലോ. ദൈവമേ, നിനക്ക് കുഴികുത്തി തരാടി ഞാൻ, നീ പോ, കുഴികുത്തി തരാം ഞാൻ. ഇവിടെ എന്താണ് നടക്കുന്നത്? കുഴികുത്തി ഒരാൾക്ക് കൊടുക്കുന്നു. സ്നേഹത്തിൻ്റെ കൊടുമുടി യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെയാണ് നടക്കുന്നത് കേട്ടോ. ഇവിടെ കുഴികുത്തി ഒരാൾ കൊടുക്കുന്നു. ഇതാ കുഴികുത്തിയടി, പൊയ്ക്കോ നീ, ഞാൻ മാറി നിൽക്കാം. ഇതാ കണ്ടോ, കുഴികുത്തിയൊക്കെ കൊടുത്തു. അവൾ തൊട്ടടുത്തുള്ള കുഴി അവളും തോണ്ടിയെടുക്കുകയാണ്. അങ്ങനെ കുഴികുത്തി നിറച്ച് നമ്മളെപ്പോലുള്ളവർക്കൊന്നും അവിടെ ചെന്ന് ഇരിക്കണ്ട കേട്ടോ. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ദാ ഈ രണ്ടുപേര് പ്രേമക്കാരെ ചെയ്തു വയ്ക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹത്തിൻ്റെ കൊടുമുടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പിള്ളേർ തന്നെയാണ്. എന്താ സ്നേഹവും കാര്യങ്ങളും. നമ്മൾ നേരത്തെ കണ്ട പിള്ളേരെ പോലെയൊന്നുമല്ല. അവളെ മണ്ണിടാൻ സമ്മതിക്കാതെ അവന് മണ്ണിടണം. അങ്ങനെ അവൾ വിരട്ടി ഓടിക്കുന്നുണ്ട്. എന്തുവാടി മനുഷ്യനെ പേടിപ്പിക്കാൻ? എടി ഞാൻ മണ്ണിടാം, അല്ലെങ്കിൽ അവിടെ അങ്ങനെ കിടക്കട്ടെ, പിന്നെ വന്ന് മണ്ണിടാം. ഇതാ രണ്ടാളും മണ്ണുമിടാതെ ഓടിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ഈ ചെടികളുടെ മറവിൽ ഇതാ ഇവിടെ ഒരുപാട് പ്രേമങ്ങളൊക്കെ നടക്കുകയാണ്. ലവ് എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ബിക്കിയുടെ ബന്ധുവായ പെൺകുട്ടി അതുപോലെ ഇവിടേക്കുള്ളൊരു പയ്യൻ തന്നെയാണ്. അങ്ങനെ സ്നേഹം കൊണ്ട് ഇവിടെ തളിരിട്ട് നിൽക്കുകയാണ് കേട്ടോ രണ്ടു പേരും. എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ഒന്നും അറിയില്ല. ഈ കടകളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ടേ നമ്മളെപ്പോലുള്ള ആൾക്കാരും വരാത്തതുകൊണ്ട് ഇവർക്ക് പ്രേമങ്ങളൊക്കെ ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന ആൾക്കാർ ഇരിക്കും കേട്ടോ. അങ്ങനെയുള്ള സ്നേഹകാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ട് പോകുന്നത്. എന്നാൽ പിന്നെ സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. നമ്മളുടെ പിള്ളേരുടെ കുറച്ച് കോപ്രായങ്ങളൊക്കെ രാവിലെ തന്നെ നമ്മളെല്ലാവരും കണ്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. എന്നാൽ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. ഓക്കെ, ബൈ.